ഹലോ ഫ്രണ്ട്സ്, യു കെയിലാണ്. ഞാൻ യു കെയിൽ എത്തുന്നതിൻ്റെ ഫ്ലൈറ്റും വീഡിയോയും കാര്യങ്ങളൊക്കെ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പം നമ്മൾ യു കെയിൽ വന്നിട്ട് ഏകദേശം 1.5 ആഴ്ചയോളമായി. കൊണ്ടുവന്ന സാധനങ്ങളെ പറ്റിയും മസാലാസ്, അതേപോലെ മെഡിസിൻസ്, ഡ്രസ്സസ്, യൂട്ടൻസിൽസ്, ഇലക്ട്രോണിക്സ് ഐറ്റംസിനെ പറ്റിയൊക്കെയാണ് ഒരു വീഡിയോ വയ്ക്കാമെന്ന് വെച്ചു. എന്തൊക്കെയാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത്, എന്തൊക്കെ കൊണ്ടുവന്നാൽ ഇവിടെ യൂസ് ആവുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് എൻ്റെ ഈ ഒന്നര ആഴ്ചയിൽ നിന്നുള്ള അറിവിൽ നിന്ന് പറയുവാണ്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മൾ കൊണ്ടുവരാത്ത എന്താണോ ഉള്ളത്, അല്ലെങ്കിൽ കൊണ്ടുവന്നതിൽ എന്താണ് മെയിൻലി യൂസ് ആവുന്നതെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ നിങ്ങൾ വീഡിയോ കാണുക. താങ്ക് യു. ഇനി നമുക്ക് വാങ്ങേണ്ടുന്ന ഡ്രസ്സസിനെ പറ്റിയും ജാക്കറ്റിനെ പറ്റിയൊക്കെ സംസാരിക്കാം. യു കെയിൽ വരുമ്പം യൂസ്ഫുൾ ആവും എന്നുള്ളത്. ആദ്യമായിട്ട് ജാക്കറ്റിനെ പറ്റി പറയാം. ഇത് ഒരു വാട്ടർ റെസിസ്റ്റൻ്റ് ജാക്കറ്റാണ്. നമ്മൾ മേടിക്കുന്ന ജാക്കറ്റ്സ് എല്ലാം വാട്ടർ റെസിസ്റ്റൻ്റ് അല്ലെ വാട്ടർ പ്രൂഫ് ആയിരിക്കണം. കാരണം ഇവിടെ എപ്പോഴും മഴ ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അങ്ങനത്തെ ഒരു ജാക്കറ്റാണ് ഈ കാണുന്നത്. ഇത് ഞാൻ ഡെക്കാത്ലോണിൽ നിന്ന് വാങ്ങിയതാണ്. സോ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ -3 ഡിഗ്രി വരെ ഈ ജാക്കറ്റ് യൂസ് ആകും. നമുക്ക് അത് നോക്കിയിട്ട് വാങ്ങിയതാണ് ഈ ജാക്കറ്റ്. അതിൻ്റെ കൂടെ ഞാൻ ഗ്ലൗസും വാങ്ങിയിട്ടുണ്ടായിരുന്നു. 1-2 പെയർ ഇത് വാങ്ങിയിട്ടുണ്ട്. ഈ ജാക്കറ്റിന് ഏകദേശം 3000-3500 രൂപയാണ് അവിടെ വില. നമുക്ക് ഇവിടെയും ഞാൻ ഇത് വാങ്ങിയതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടുത്തെ ടെമ്പറേച്ചർ അനുസരിച്ച് ഇവിടെ നിന്ന് നല്ല ജാക്കറ്റ് മേടിക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ്. പക്ഷേ ഇത് നല്ലതാണ്. ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ട് ടെമ്പറേച്ചറിന് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ വാം ടെമ്പറേച്ചറിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് -3 ഡിഗ്രി വരെ പോകും എന്നുള്ളതാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ. പക്ഷേ -3 എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ തെർമൽസ് കൂടെ ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. അതായത് അകത്ത് തെർമൽസ് ഇട്ടിട്ട് നോർമൽ ഡ്രസ്സ് ഇട്ട് അതിൻ്റെ പുറത്ത് ജാക്കറ്റ് യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ ഒരു 12 ഡിഗ്രിയൊക്കെയാണ്. ഇതിപ്പം നമ്മൾ നോർമൽ ഒരു ടീഷർട്ട് ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് ഈ ജാക്കറ്റ് ഇട്ടാൽ തന്നെ ധാരാളമാണ്. ഇത് തെർമൽസ് അറിയാത്തവർക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കുവാണ്. ഒരു തെർമലാണ്. ഇതെന്ന് പറഞ്ഞാൽ ടൈറ്റായിട്ടിരിക്കുന്ന ടീഷർട്ട് പോലത്തെ. അതേപോലെ ഇതിൻ്റെ പാൻറ്റും ഉണ്ട്. അതിനും നമുക്ക് വിൻ്റർ സമയമാകുമ്പോൾ യൂസ് ചെയ്യേണ്ടി വരുമായിരിക്കും. അതും 2 പെയർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടില്ല, ഇതൊരു വിൻ്റർ വെയർ ടീഷർട്ടാണ് ഈ കാണുന്നത്. ഇതേപോലത്തെ ഞാനൊരു 3-4 എണ്ണം വാങ്ങി. ഇത് നല്ല യൂസ്ഫുള്ളാണ്. നമുക്ക് വീട്ടിനകത്ത് ഇടാനാണെങ്കിലും പുറത്ത് വേണമെങ്കിലും ഇത് ഇട്ടുകൊണ്ട് പോകാം. ഇത് ശരിക്കും സ്റ്റുഡിയോയിലും പിന്നെ മാക്സിലും ആണ് മെയിനായിട്ട് ഞാൻ കണ്ടത്. അവിടെ നിന്ന് 3-4 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നല്ല യൂസ്ഫുള്ളായിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ പറയേണ്ടത്, നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ജീൻസ് ആയിരിക്കും. സോ അത് 2-3 പെയർ എന്തായാലും എടുത്തോളാം. മെയിനായിട്ട് ഇതെല്ലാം പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, യു കെയിൽ ഡ്രസ്സിന് നല്ല റേറ്റ് ആയിരിക്കും. മെയിൻലി ഇന്ത്യ, ബംഗ്ലാദേശ് അങ്ങനെ സ്ഥലങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഡ്രസ്സസ്സാണ്. അതിന് നല്ല റേറ്റ് ആവും. നമുക്ക് ഇടാനുള്ള ഡ്രസ്സുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്നത് നല്ലത്. പിന്നെ കൂടുതലായിട്ട് ഇന്നർ വെയേഴ്സ് കുറച്ച് കൂടുതൽ തന്നെ കരുതിക്കോളാം. ഇന്നർ വെയേഴ്സിനും നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ മൊത്തത്തിൽ കഴുകാൻ പറ്റുള്ളായിരിക്കും. അത് നോക്കിക്കണ്ട് അതിനനുസരിച്ച് ഇന്നർ വെയേഴ്സ്. പിന്നെ സോക്സുകളും ഇതേപോലെ നമുക്ക് കോൾഡ് കൺട്രീസിൽ യൂസ് ചെയ്യുന്ന സോക്സുകളും ഡെക്കാത്ലോണിൽ കിട്ടും. അതേപോലെ ഈ തൊപ്പി, ഹാറ്റല്ല, അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് പറയാനറിയില്ല. അതും വിൻ്റർ ഡ്രസ്സിൻ്റെ കൂടെ വാങ്ങിക്കോളാം. പിന്നെ വീട്ടിൽ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ട്രാക്ക് സ്യൂട്ട്സ് 2-3 പെയേഴ്സ്. പിന്നെ ടവല് കരുതുക. തോർത്ത് നിങ്ങൾ യൂസ് ചെയ്യുന്നെങ്കിൽ ആ തോർത്ത് വാങ്ങിക്കോളാം. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ചെപ്പൽ, നമ്മൾ വീട്ടിനകത്ത് ഇടുന്ന ടൈപ്പ് ചെപ്പൽസ് വാങ്ങണമെങ്കിൽ ഇങ്ങനത്തെ ചെപ്പൽ നോക്കിയിട്ട് വാങ്ങുക. അല്ലെങ്കിൽ ഇത് കണ്ടില്ലേ, ഇത് ശരിക്കും നമുക്ക് കുറച്ച് ടെമ്പറേച്ചറൂടെ താങ്ങുന്ന ടൈപ്പാണ്. വീട്ടിനകത്തായാലും തണുപ്പ് കൂടുകയാണെങ്കിൽ നമുക്ക് ഈ ചെപ്പൽ യൂസ്ഫുൾ ആവും. ഇങ്ങനത്തെ ചെപ്പൽ എടുത്തു കഴിഞ്ഞാൽ ഇത് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് വാങ്ങിയ ചെപ്പലാണ്. നാട്ടിലും ഇത് എനിക്ക് തോന്നുന്നു ഡെക്കാത്ലോണിലൊക്കെ കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. വെയിറ്റ് കൂടുമെന്നുണ്ടെങ്കിൽ ആ ചെരുപ്പ് ഇവിടെ വന്ന് വാങ്ങാം. പിന്നെ നമുക്ക് നോർമൽ ചെരുപ്പ്, ഞാൻ ഈ കാണിച്ച ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ചെരുപ്പ് ഡെക്കാത്ലോണിൽ നിന്നോ മറ്റോ വാങ്ങുക. സ്ലിപ്പറി അല്ലാത്ത എന്തെങ്കിലും ഒരു ചെരുപ്പ്.
അപ്പോൾ ഇതൊക്കെയാണ് ഡ്രസ്സസിൽ മെയിൻലി പറയാനുള്ളത്. നിങ്ങൾക്ക് ഒരുപാട് ഷർട്ട്സ് ഒന്നും ആരും യൂസ് ചെയ്യുന്ന ഇവിടെ കാണാറില്ല. അപ്പം മിക്കവാറും ടീഷർട്ട്സോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പ്ലസ് ഈ ജാക്കറ്റ് പോലത്തതും ഇവിടെയാണ് യൂസ് ചെയ്യുക. അപ്പം നിങ്ങൾ വാങ്ങുമ്പം ടീഷർട്ട്സ് പോലത്തെ നല്ല ടീഷർട്ട് കൊണ്ടുവരിക. ജീൻസ് നല്ല ബ്രാൻഡഡ് ആണെങ്കിൽ അത്രയും നല്ലത്. അങ്ങനത്തെ ജീൻസുകളും കൊണ്ടുവരിക. 1-2 ഷർട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഇൻ കേസ് ഇവിടെ ആവശ്യം വരുവാണെങ്കിൽ, അല്ല ഇൻ്റർവ്യൂസിലൊക്കെ ഇടാനുള്ള രീതിയിലുള്ളതൊക്കെ. ഈ ഓണം, വിഷു അങ്ങനത്തെ കാര്യങ്ങൾ, അതേപോലെ ക്രിസ്മസ്, ഇതിനെല്ലാം ഡ്രസ്സുകൾ എന്തെങ്കിലും ഒരു പെയർ നമ്മൾ കരുതുന്നത് നന്നായിരിക്കും. അത് ഇവിടെ കിട്ടില്ല, അത് പിന്നെ നാട്ടിൽ നിന്ന് നമുക്ക് അയച്ച് വരേണ്ടി വരും മിക്കവാറും. അതുകൊണ്ട് അങ്ങനെ ഒരു പെയറും കരുതിക്കോളാം. പിന്നുള്ളത് നമുക്ക് റൗണ്ട് ചീപ്പൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ തലചീപ്പാൻ, അത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരണം. ഞാൻ ജെൻസിൻ്റെ കാര്യമാണ് ഉദ്ദേശിച്ചത്. പിന്നെ മേക്കപ്പ് കിറ്റ് ലേഡീസ് വാങ്ങിയിട്ട് വരുന്നത് തന്നെ ആയിരിക്കും നല്ലത്. കാരണം ഇവിടുത്തെ എല്ലാം എക്സ്പെൻസീവ് ആയിട്ടാണ് തോന്നിയത്. കൊണ്ടുവരാവുന്നത് കൊണ്ടുപോരുക. കൂടുതലും ലിക്വിഡ് ഐറ്റംസ് എല്ലാം ഞാൻ പറഞ്ഞ പോലെ ചെക്കിൻ ബാഗ്സിലേ കൊണ്ടുവരാൻ പാടുള്ളൂ. 100 ml മേളിലുള്ളത്, അല്ലെങ്കിൽ പിന്നെ അത് വേസ്റ്റ് ആവും, അവരെടുത്ത് വെളിയിൽ കളയും. പിന്നെ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ നോർമലി ഇവിടെ സ്കൂൾസിലൊക്കെ ബ്ലാക്ക് ഷൂസാണ് പറയുന്നത്. അപ്പം ബ്ലാക്ക് ഷൂസ് വെയിറ്റ് അനുവദിക്കുമെങ്കിൽ നിങ്ങൾ ബ്ലാക്ക് ഷൂസ് കൊണ്ടുവരുന്നത് നന്നായിരിക്കും. അവിടെ നമുക്ക് 400-500 രൂപയ്ക്കൊക്കെ കിട്ടുന്ന നോർമൽ ഷൂസുകൾക്ക് ഇവിടെ ചിലപ്പം 1500 അല്ല 10,000-3000 രൂപ റേഞ്ചിലേക്ക് മാറും. അപ്പം അഫോർഡബിൾ ആണെങ്കിൽ കുഴപ്പമില്ല. വെയിറ്റും അനുവദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരിക, ഇല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് വാങ്ങുക. പിന്നെ നമ്മൾ ചപ്പലിനെ പറ്റി സംസാരിച്ചു, ഷൂസിനെ പറ്റി പറഞ്ഞില്ല. ഷൂസ് ശരിക്കും നമ്മൾ വാട്ടർ പ്രൂഫ് ഷൂസാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പം അവിടെ വാട്ടർ റെസിസ്റ്റൻ്റ് അല്ലെ വാട്ടർ പ്രൂഫ് ഷൂസൊക്കെ കിട്ടും. നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതും ഇവിടുന്ന് വാങ്ങുന്നതും ഒക്കെ ഓക്കെയാണ്. കൊളംബിയ എന്ന് പറയുന്നതിൽ ബ്രാൻഡിൽ വാട്ടർ പ്രൂഫ് ഷൂസ് എന്തായാലും കിട്ടും. ഓൾ വെതർ ടൈപ്പാണ് ഷൂസ് നോക്കേണ്ടത് അവിടെ നിന്ന് വാങ്ങുവാണെങ്കിൽ, നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുവാണെങ്കിൽ. അപ്പം പിന്നെ സ്കെച്ചേഴ്സിലും കാണും വാട്ടർ പ്രൂഫ് ഷൂസുകൾ. ഷൂസിനും അവിടെ ഇവിടെയും ഷൂസിന് ഏകദേശം സിമിലർ റേറ്റാണ്. പിന്നെ നിങ്ങൾ അവിടുന്ന് ഒരു നോർമൽ ഷൂസിൽ വന്നാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ വന്നിട്ട് നമുക്ക് വാട്ടർ പ്രൂഫ് ഷൂസ് ഇവിടുത്തെ ടൈപ്പ് തന്നെ വാങ്ങാൻ പറ്റും. നമ്മളവിടെ ഷൂസിന് വേണ്ടി കുട്ടികൾക്ക് ഷൂസിന് വേണ്ടി അവിടെ കുറേ നോക്കിയായിരുന്നു, പക്ഷേ അവിടെ ഷൂസ് അങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇവിടെ ആകുമ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ വാങ്ങിയാൽ മതി. ഞങ്ങളങ്ങനെ അവസാനം അവിടുത്തെ നോർമൽ ഷൂസ് തന്നെ ഇട്ടിട്ടാണ് വന്നത്. ഇവിടെ നമുക്ക് വാട്ടർ പ്രൂഫ് ഷൂസ് വാങ്ങാം. വാട്ടർ റെസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാലും വാട്ടർ പ്രൂഫ് വാങ്ങുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ അഭിപ്രായം. അതെ, അത്രയൊക്കെ തന്നെയാണ് ഡ്രസ്സസിനെ പറ്റി പറയാനുള്ളത്. ഇനി മെഡിസിൻസ് സംബന്ധമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ, നമുക്ക് അത്യാവശ്യം വേണ്ട മെഡിസിൻസൊക്കെ വിത്ത് പ്രിസ്ക്രിപ്ഷൻ നമ്മൾ കൊണ്ടുപോരുക. ഞങ്ങൾ ബേസിക്കായിട്ടുള്ള വയറുവേദനയുടെയും പനിയുടെ, തലവേദന, ചുമ, കുട്ടികൾക്കുള്ള സിറപ്പുകൾ, അങ്ങനത്തെ ആവശ്യങ്ങൾക്കുള്ളത്, വിരയുടെ അസുഖം വല്ലതും വരികയാണെങ്കിൽ അതിന് 1-2 എണ്ണം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നിട്ടുണ്ടായിരുന്നു. കാരണം മെഡിസിൻസൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇവിടുന്ന് കിട്ടുക. വിത്ത് പ്രിസ്ക്രിപ്ഷൻ എന്തായാലും കൊണ്ടുവരണം. നമ്മൾ പാക്കിങ് ചെയ്യുന്ന സമയത്ത് മെഡിസിൻസ് കൂടുതലുള്ള ക്വാണ്ടിറ്റിയിലുണ്ടെങ്കിൽ, അതായത് ബേസിക് അത്യാവശ്യമാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാനുള്ള സാധനങ്ങൾ മാത്രം ഇതേപോലത്തെ ഒരു ട്രാൻസ്പെറൻറ്റ് പൗച്ച് വാങ്ങിയിട്ട് അതിനകത്തേക്ക് വെച്ചിട്ട് നമ്മുടെ ക്യാബിൻ ബാഗിൽ വയ്ക്കുക. പ്രിസ്ക്രിപ്ഷനും ക്യാബിൻ ബാഗിൽ തന്നെ വെച്ചാൽ മതി. പിന്നെ ബാക്കിയുള്ള മെഡിസിൻസ് എല്ലാം നമ്മുടെ ചെക്കിൻ ബാഗിലേക്ക് കയറ്റി വിട്ടിരുന്നാൽ മതി. നമുക്ക് ആ ദിവസം യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളത് മാത്രം കയ്യിൽ വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ. പിന്നെ സ്പെക്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ സ്പെക്സ് കൊണ്ടുപോരണം. എക്സ്ട്രാ ഗ്ലാസ്സസ് വല്ലതും വേണമെങ്കിൽ അതും കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും എന്ന് ചില വീഡിയോസിൽ ഞാൻ കണ്ടിരുന്നു. ഞാനെന്തായാലും സ്പെക്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതേപോലെ ട്രിമ്മർ കൊണ്ടുപോരണം. അത് നമ്മൾ യൂസ് ചെയ്യുന്നവർ ട്രിമ്മർ കൊണ്ടുവരിക. പിന്നെ അതും ചെക്കിൻ ബാഗിലാണ് കൊണ്ടുപോരേണ്ടത്. പിന്നെ ഞാൻ ഇൻഹെയിലർ യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ 1-2 എണ്ണം എനിക്കത് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ
സൂചിയും നൂലും കുറച്ച് പല കളേഴ്സിൻ്റെ ഞാൻ നൂല് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റിച്ചിങ് ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് പലരും ഇട്ടേക്കുന്നത് കണ്ടപ്പം അതുകൊണ്ട് ഞാനത് കരുതിയിട്ടുണ്ട്. സോ സൂചി നൂലും ഇതിനകത്ത് യൂസ്ഫുൾ ആകുമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് അതും കൊണ്ടുവന്നിട്ടുണ്ട്. കോണ്ടാക്ട് ലെൻസൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പവർ ലെൻസസ് അപ്പം അത് കൊണ്ടുപോരുക. പിന്നെ അതിന് ആവശ്യമുള്ള എന്താണ് ലെൻസ് സൊല്യൂഷനും കരുതിക്കൊള്ളുക, വലിയ ബോട്ടിലിലോ മറ്റോ. നമ്മുടെ ആവശ്യത്തിന് ലിപ് ബാംസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് വെച്ചേക്കണം കയ്യിൽ. അതായത് നമുക്ക് കോൾഡ് കൺട്രി ആയതുകൊണ്ട് പെട്ടെന്ന് സ്കിന്ന് ഡ്രൈ ആവും, അതേപോലെ ചുണ്ടൊക്കെ പൊട്ടാനുള്ള ടെൻഡൻസി ഉണ്ടാവും. സോ അതുകൊണ്ട് ലിപ് ബാംസൊക്കെ വാങ്ങിക്കോളാം. നമ്മൾ ബ്രഷിനെയും പേസ്റ്റിനെയും പറ്റിയൊക്കെ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ അവിടുന്ന് കേട്ടതാണ്, എനിക്ക് ഷുവറല്ല. ഇവിടെ നോർമലി മറ്റേ ബാറ്ററിയോ ഇലക്ട്രിക് ടൈപ്പ് ബ്രഷസൊക്കെ ആയിരിക്കും കൂടുതലൊന്നും, എനിക്ക് ഷുവറല്ല, ചിലപ്പോൾ മണ്ടത്തരമായിരിക്കും പറയുന്നത്. അപ്പോൾ കുട്ടികൾക്കായിട്ടുള്ള പേസ്റ്റുകൾ ഞാൻ കുറച്ച് കൂടുതൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞു കുട്ടികളുടെ പേസ്റ്റ് ഇവിടെ കിട്ടുമല്ലോ എന്നുള്ളതിനെ പറ്റി എനിക്ക് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് വാങ്ങി. അപ്പോൾ അവർക്ക് വേണ്ടി 2-3 ബ്രഷും എക്സ്ട്രാ എടുത്തു. പിന്നെ എന്താണ്, ഇവിടെ തണുപ്പ് രാജ്യമായതുകൊണ്ട് ഒരു പക്ഷേ പല്ലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് വെച്ചിട്ട് ഞാൻ ഈ മെഡിക്കേറ്റഡ് ടൈപ്പാണ് ഈ പേസ്റ്റ്. ഇത് ഡോക്ടർ പ്രിസ്ക്രൈബ്ഡ് ഒരു പേസ്റ്റ്, ഇതും 1-2 സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കിച്ചണിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. ആദ്യം നമുക്ക് ഉപയോഗിക്കുന്ന പ്ലേറ്റുകളാണ്. നമുക്ക് കഴിക്കാൻ വേണ്ടി 2-3 പ്ലേറ്റ്, അതായത് സെറാമിക് ടൈപ്പാണ് എടുത്തേക്കുന്നത്. അത് ഫൈബറോ മറ്റോ അധികം പൊട്ടാത്തൊരു ടൈപ്പ് പ്ലേറ്റ് ഉണ്ടല്ലോ, അതിന് വെയിറ്റും വരില്ല. അതേപോലെ സ്പൂണ്, ഫോർക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ കപ്പ്, ചൂട് പോവാത്ത ടൈപ്പ് ഒരു കപ്പും, അതേപോലെ വേറെ ഗ്ലാസ്സസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ പൊട്ടാത്ത ടൈപ്പ് 1-2 എടുത്തേക്കാം. പിന്നെ ചായയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാനുള്ള കപ്പ്. ഇതൊരു ലഞ്ച് കൊണ്ടുപോകാൻ വേണ്ടിയുള്ളൊരു ബോക്സാണ്, ചൂട് പോകാത്ത ടൈപ്പ് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്ലാസ്ക്, പിന്നെ അല്ലാതെ എന്തെങ്കിലും അടച്ചു വെക്കണമെങ്കിൽ ഒരു പാത്രം, ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ ഉപയോഗിക്കാം. പിന്നെ ഇങ്ങനത്തെ നല്ല കട്ടിയുള്ള ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അരി കഴുകാനോ എന്തെങ്കിലും വെള്ളം ചൂടാക്കാനോ ഒക്കെ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇൻഡക്ഷൻ സ്റ്റൗവിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്. അതേപോലെ അടുത്തത് ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഒരെണ്ണം, ഇതൊരു കണ്ടെയ്നർ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാമെന്ന് വെച്ച് മേടിച്ചെന്നുള്ളൂ. ചെറിയ സൈസിൽ ഒരെണ്ണം ഫ്രിഡ്ജിൽ വെക്കാനാണെങ്കിലൊക്കെ യൂസ് ചെയ്യാമെന്നുള്ള രീതിയിൽ. എല്ലാം ഇൻഡക്ഷൻ ടൈപ്പ് പാത്രങ്ങളെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. 5 ലിറ്ററിൻ്റെ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. അതേപോലെ ചോറ് അടച്ചെടുക്കുന്ന മറ്റേ കുഴിയുള്ള ടൈപ്പ്, വെള്ളം പോകുന്ന ടൈപ്പ് ഒരെണ്ണം. പിന്നെ ഇഡലി പാത്രമാണ് അടുത്തത്. ഇവിടെ നമുക്ക് ഇഡലിക്കുള്ള മാവ് ഒക്കെ മലയാളി ഷോപ്സിൽ കിട്ടും. അതേപോലെ ഉഴുന്നും നമുക്ക് വേണമെങ്കിൽ ഉഴുന്ന് പച്ചരി വാങ്ങിയിട്ടും യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് പൊടികളും കിട്ടും. അതേപോലെ പിന്നെ അടുത്തതൊരു കാസറോളാണ്, സ്റ്റീലിൻ്റെ കാസറോള്. ഇത് ഒരു മസ്റ്റൊന്നും അല്ല, എങ്കിലും എടുത്തെന്നുള്ളതേ ഉള്ളൂ. അത്യാവശ്യം നമ്മൾ ഉണ്ടാക്കി ഉടനെ കഴിക്കുന്ന രീതിയിലുള്ളത് എന്തെങ്കിലും വെക്കണമെങ്കിൽ എന്ന് വെച്ചിട്ട്. ബാക്കിയൊക്കെ നോർമലി നമ്മൾ ഓവനിൽ ചൂടാക്കുന്ന കേസായിരിക്കും ഇവിടെ. പിന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്ന സാധനങ്ങളാണ് ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളവരെണ്ണം വാങ്ങുന്നത് നല്ലത്. ഞങ്ങളുടെ ഒരു അല്പം ചെറുതായിപ്പോയി, അപ്പോൾ നമ്മൾ ഇവിടുന്ന് വേറെണ്ണം വാങ്ങണം എന്ന് വിചാരിക്കുവാണ്. പിന്നെ തടിയുടെ ഒരു ചട്ടുകം പോലത്തതും, പിന്നെ തവി ടൈപ്പ് അങ്ങനത്തെയൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഫ്രൈങ് പാനും അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ പുട്ടുണ്ടാക്കുന്ന സംഭവം, കുക്കറിൻ്റെ മുകളിൽ വെച്ച് ചെയ്യുന്ന. പിന്നെ പാല് തിളപ്പിക്കാനുള്ളൊരു പാത്രം. പിന്നെ മെയിനായിട്ട് ഇങ്ങനത്തെ ഡപ്പകളുണ്ടല്ലോ, പല സൈസ്, ഒരെണ്ണത്തിനകത്ത് ഒരെണ്ണം കയറിയിരിക്കുന്ന പോലത്തെ, നമുക്ക് കൊണ്ടുവരാൻ അധികം സ്പേസ് എടുക്കാത്ത, ഇത് പറ്റുന്ന അത്രയും കൊണ്ടുപോരുക. ഇത് കൊണ്ടുവരുമ്പം ഇതിനകത്ത് ഇട്ട് വെക്കാൻ പറ്റുന്ന പ്ലാസ്റ്റിക് സ്പൂൺസ് കിട്ടുമെങ്കിൽ അതും വാങ്ങിക്കൊണ്ട് പോരുക. കാരണം നമുക്ക് പൊടികളെല്ലാം ഇട്ട് വെക്കാൻ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഞങ്ങൾ വാങ്ങിയതിൽ കുറച്ച് സ്പൂൺസ് കുറവായിരുന്നു, പക്ഷെ ഡപ്പകൾ കുറച്ച് വാങ്ങിയതുകൊണ്ട് അത് ബുദ്ധിമുട്ടില്ല. അത് കുറച്ച് കരുതിയൊക്കെ കയ്യിൽ എന്തായാലും. പിന്നെ ഇതും സെറ്റ് ഓഫ് 3 പോലത്തെ ബോക്സുകളാണ്.
അതും വേണം, എന്തെങ്കിലുമൊക്കെ ഇട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാനുള്ളത്. ഇതും അതേപോലത്തെ ഒരു ബോക്സാണ്. ഇത് മൈക്രോവേവും പോസിബിളാണ്, അപ്പം മൈക്രോവേവിലും യൂസ് ചെയ്യാം. പിന്നെ ഒരു അപ്പച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അടപ്പ് ഞാൻ ഇവിടെ വെച്ചിട്ടില്ല, നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇതെല്ലാം ഒരുമിച്ച് വെച്ചു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഇതേപോലത്തെ കണ്ടെയ്നേഴ്സാണ്, വലിയ കണ്ടെയ്നേഴ്സാണിത്. ഇത് 2-3 എണ്ണം സെറ്റായിട്ട് കിട്ടുന്ന ടൈപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കി ഇതൊക്കെയാണ് മസ്റ്റായിട്ട് ഉണ്ടാവേണ്ടത്. പിന്നെ ഇതേപോലത്തെ ഇതുകൂടെ എടുത്തിട്ടുണ്ടായിരുന്നേ, അത്യാവശ്യം എന്തെങ്കിലും വറുത്ത് കോരുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്. ചോറും അതേപോലെ എടുക്കണമെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ മെയിനായിട്ട് ഇത്രയും സാധനങ്ങളാണ് കൊണ്ടുവന്നത്. ഇതിൽ അത്ര യൂസ് വരില്ല എന്ന് എനിക്ക് തോന്നിയ കാര്യം, ഈ പറഞ്ഞ പോലെ നമ്മുടെ കാസറോളിന് ഇവിടുത്തെ കേസിൽ വലിയ യൂസ് ഉണ്ടായിട്ട് തോന്നുന്നില്ല ഇതുവരെ. ഇതുവരെയുള്ള യൂസിൽ എന്തെങ്കിലും ഒരു പാത്രത്തിലിട്ട് വെച്ചാലും മതിയായിരിക്കും. ബട്ട് ബാക്കിയെല്ലാം നമുക്ക് ഇവിടെ യൂസ്ഫുള്ളാണ്. അപ്പം ഇത്രയും സാധനങ്ങളാണ് ബേസിക്കായിട്ടുള്ളത്. നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ, വെയിറ്റ് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെ. ഇപ്പം ലഞ്ച് ബോക്സൊക്കെ വെയിറ്റ് ഉള്ള ടൈപ്പാണിത്. അത് ഒരു പക്ഷേ നിങ്ങൾ ഇവിടെ വന്നിട്ട് വാങ്ങുന്ന പോലെ ചെയ്യുമോ, അല്ലെങ്കിൽ മൈക്രോവേവ് പോസിബിളായിട്ടുള്ള രീതിയിൽ പ്ലേറ്റ്സ് എന്തെങ്കിലും കൊണ്ടുവരുമോ ചെയ്യുക. പിന്നെ ഇഡലി പാത്രം ഇത് വെയിറ്റുള്ള ഒരു ടൈപ്പാണ്. ശരിക്കും നമുക്ക് മറ്റേ ഓപ്ഷൻ ഉണ്ട്. അതായത് വേറെ എന്താ ഓപ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തട്ട് മാത്രമായിട്ട് കിട്ടുന്ന ഇഡലി തട്ട് മാത്രമായിട്ട് കിട്ടും. അത് വേറെ പാത്രങ്ങളിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കുന്ന ടൈപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ തട്ട് മാത്രം മേടിച്ചിട്ട് നോർമൽ ഒരു പാത്രത്തിൽ വെച്ചത് വേവിച്ചെടുക്കുന്ന പോലെ അങ്ങനെയുള്ളൊരു ഓപ്ഷനും ഉണ്ട്. അങ്ങനെ യൂസ് ചെയ്യാം, പാത്രത്തിൻ്റെ വെയിറ്റ് കൂടി പോകുന്നു തോന്നുന്നുണ്ടെങ്കിൽ. ബാക്കി ഇതൊന്നും ഒരിക്കലും ഒഴിവാക്കാൻ പറ്റുന്ന സാധനങ്ങളല്ല, ഇതൊക്കെ മസ്റ്റ് ബൈ ആണ്. ഇത് പിന്നെ പാനുകൾ, അതെ, അപ്പോൾ അത്രയാണ് പാത്രങ്ങൾ. ഇനി നമുക്ക് അടുക്കളയിൽ അരയ്ക്കാനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കാം. അങ്ങനെ 2 ഇരുമ്പ് കരുതിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ ഇത് ഇരുമ്പ് മൂർച്ച കൂട്ടുന്ന അരവും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് വേറൊരു യൂട്യൂബ് ചാനലിൽ കണ്ടതാണ്. ഇവിടെ തണുപ്പ് കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് ഇതിൻ്റെ മൂർച്ച പോകുന്നു. അപ്പം അത് എൻ്റെ പെട്ടിയിലവിടെ ഇരിപ്പുണ്ട്. പിന്നെ ചിക്കനോ മറ്റൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ ഒരു സിസേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ മെയിൻലി മീറ്റാണ് കൂടുതലും കിട്ടുന്നത്, ചീപ്പുമാണ് മീറ്റ്. അപ്പം ഇതെന്തായാലും യൂസ്ഫുള്ളാണ്. പിന്നെ കൈയുറ, അതായത് വിരലിലിടുന്ന ഉറ. പിന്നെ ഇത് നമുക്ക് വെജിറ്റബിൾ കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംഭവം. ഇത് എനിക്ക് ലുലുവിൽ നിന്ന് കിട്ടിയതാണ്, വേറെ എവിടെ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, എല്ലായിടത്തും ഉണ്ടാവാം. ഇതിൽ നമുക്ക് വെജിറ്റബിൾസ്, അതായത് പയറും ബീൻസും ഒക്കെ ചെറുതായിട്ട് അരിയാൻ പറ്റും. അതേപോലെ ഇത് പീലിങ്ങിന് യൂസ് ചെയ്യാനും ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്, അപ്പോൾ അതും യൂസ് ചെയ്യാം. പിന്നെ 1-2 തവിയും കൂടെ ഞാൻ മുന്നേ പറയാൻ വിട്ടുപോയി. 1-2 തവിയും കൂടെ കയ്യിൽ വെച്ചേക്കാം. അതേപോലെ ചായ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള അരിപ്പ, പിന്നെ സ്ക്രബ്ബർ, പിന്നെ ഒരു സോപ്പോ മറ്റോ, ചെറിയൊരു പീസ് സോപ്പും കയ്യിൽ വെച്ചേക്കുക. കാരണം നമ്മൾ വരുമ്പോൾ നമ്മുടെ കയ്യിൽ ഇതൊന്നും കാണില്ലല്ലോ. ഇവിടുന്ന് പെട്ടെന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ പറ്റില്ല. കുഞ്ഞൊരു സോപ്പ് മറ്റോ കയ്യിൽ വെച്ചേക്കുക. അതേപോലെ തുണി വാഷ് ചെയ്യാനും മേ ബി ഒരു ചെറിയ സോപ്പ് വേണമെങ്കിൽ വെക്കാം. പിന്നെ ഇത് നമുക്ക് തോരനൊക്കെ അരിയാൻ വേണ്ടി നല്ല യൂസ്ഫുള്ളായിട്ടുള്ള സാധനമാണ്, അപ്പോൾ അതൊരെണ്ണം. പിന്നെ മെയിൻ മിക്സിയാണ്. ഇത് 3 ജാർ മിക്സിയാണ്, 750 വാട്ടിൻ്റെ, നമ്മുടെ നാട്ടിലെ നോർമൽ ടൈപ്പ് തന്നെ. അപ്പോൾ അത് കൊണ്ടുവന്നാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഫുഡ് പ്രോസസ്സർ ടൈപ്പ് വേണമെങ്കിലും വാങ്ങാം, പക്ഷേ അതിന് വെയിറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അതിലും ബെറ്റർ നോർമൽ മിക്സി വാങ്ങിയാലും മതി. എന്നിട്ട് ഇതേപോലത്തെ സാധനം യൂസ് ചെയ്യുക. അല്ലെങ്കിൽ പ്രോസസ്സർ ടൈപ്പ് ഇവിടെ കിട്ടുമെന്നാണ് കേട്ടത്, നോക്കിയിട്ടില്ല ഞാൻ, ഓൺലൈനിൽ കാണുന്നുണ്ട്. അതേപോലെ ഈ മിക്സി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇവിടുത്തത് സ്ക്വയർ പിന്നാണ്, അപ്പം അതിൽ ഡയറക്റ്റ് പോവില്ല. അപ്പം നമ്മൾ ട്രാവൽ അഡാപ്റ്റർ യൂസ് ചെയ്തിട്ടാണ് ഇത് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു ട്രാവൽ അഡാപ്റ്റർ, കിച്ചൺ യൂസിന് വേണ്ടി ഒരു അഡാപ്റ്റർ എന്തായാലും കരുതുക. പിന്നെ അല്ലാത്തതിന് ഒരു എക്സ്ട്രാ ട്രാവൽ അഡാപ്റ്റർ കൂടെ കൈ എപ്പോഴും വെച്ചേക്കുക. അപ്പോൾ നമുക്ക് മൊബൈൽ ചാർജിങ്ങിനൊക്കെ അത് യൂസ് ചെയ്യാം. പിന്നെ ഒരാളുടെയും കൂടെ പറയാൻ വിട്ടുപോയി, കൂട്ടത്തിലുള്ള ആളാണ് ഇയാൾ. ചിരവയാണ്. നമ്മൾ ചിരവയും കൊണ്ടുവരുന്നിട്ടുണ്ടായിരുന്നു. ഇത് ഇരുമ്പിൻ്റെ ചിരവയാണ്. അപ്പം നമുക്കിങ്ങനെ സെറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം.
അതേപോലെ തേങ്ങ പൊട്ടിക്കണമെങ്കിൽ തന്നെ വിട്ടത്തില്ലല്ലോ, ഇതിൻ്റെ ബാക്ക് സൈഡ് യൂസ് ചെയ്തിട്ട് ഈ സൈഡിൽ 2 തട്ട് കൊടുത്താൽ തന്നെ തേങ്ങ പൊട്ടി വരുന്നുണ്ട്. അത് യൂസ്ഫുള്ളാണ് ഇപ്പോൾ. ഇത് ഞാൻ മുന്നേ പറയാൻ വിട്ടുപോയതാണ്. മെയിൻ കാര്യങ്ങളാണ്. ഒന്ന് ഫോണിൻ്റെ ചാർജർ. അപ്പം 2 ചാർജർ ഉണ്ടെങ്കിൽ 2 കരുതുക, അല്ലെങ്കിൽ കേബിൾ ആണെങ്കിൽ കേബിൾ എക്സ്ട്രാ കരുതുക. അതേപോലെ ഒരു അയൺ ബോക്സ്. നമുക്ക് ഇതുവരെ അയൺ ബോക്സ് യൂസ് വന്നില്ല, കാരണം കൂടുതലും ടീഷർട്ട്സൊക്കെയാണ് ഇവിടെ ഇപ്പോൾ ഞങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അയൺ ബോക്സും കയ്യിൽ വെക്കുന്നത് നന്നായിരിക്കും എന്നാണ് തോന്നുന്നത്. എല്ലാവരും പല വീഡിയോസിൽ ഞാൻ അയൺ ബോക്സ് കൊണ്ടുവരുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ചെറിയ അയൺ ബോക്സ് വാങ്ങിയാൽ മതി. ഇനി എനിക്ക് തോന്നുന്നു ഞാൻ ആകെ സ്നാക്സിനെ പറ്റി മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു പറയാനുള്ളത്. അപ്പം ഞങ്ങൾക്ക് കപ്പലണ്ടി, അതേപോലെ ചിപ്സ്, അണ്ടിപ്പരിപ്പ്, ബദാം, അങ്ങനത്തെ സാധനങ്ങളാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. ഞങ്ങൾക്ക് ഇതൊക്കെയാണ് മെയിൻലി. എന്താണ്, കപ്പലണ്ടിയാണ് ഫേവറേറ്റ്. അപ്പോൾ അത് മസാല കപ്പലണ്ടി മാത്രം. അതേപോലെ അത് കുറച്ച് കൂടുതൽ കൊണ്ടുവന്നു. ചിപ്സും ഇതൊക്കെ നമുക്ക് ഇവിടെ കിട്ടില്ല, അപ്പോൾ അത് കൊണ്ടുപോകാനുണ്ടെങ്കിൽ അതും കൊണ്ടുപോരാ. പിന്നെ 1-2 ടിപ്സ് കൂടെ പറയാം. നമ്മൾ പാക്കറ്റ്സ് ആയിരിക്കുമല്ലോ കൂടുതൽ കൊണ്ടുവരുന്നത്. അപ്പം അത് ഇട്ട് വെക്കാൻ പറ്റുന്ന കണ്ടെയ്നറോ അല്ലെങ്കിൽ കുഞ്ഞു ഡപ്പകൾ, അതായത് മസാല വെക്കാൻ എത്ര ഡപ്പ വേണോ അതൊന്ന് പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് കൊണ്ടുവരണം. അതല്ലെങ്കിൽ പിന്നെ പൊട്ടിച്ച കവറ് അടച്ചു വെക്കാൻ വേണ്ടി ഒരു റബ്ബർ ബാൻഡുകൾ കുറച്ച് കൊണ്ടുവരുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തോണം. അല്ലെങ്കിൽ നമുക്ക് പൊട്ടിച്ച സാധനം വെക്കാൻ വേറെ ഓപ്ഷൻസ് ഉണ്ടാവില്ല. ഇവിടുന്ന് ചെറിയ കണ്ടെയ്നേഴ്സ് ഞാൻ കണ്ടില്ല. എൻ്റെ 10 ദിവസത്തെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുവാണ്. ഷോപ്സിലൊക്കെ പോയിട്ട് ടെസ്റ്റോയിലും ഒന്നും അധികം കണ്ടില്ല. അപ്പോൾ നിങ്ങൾ അതുകൂടെ കരുതുക. അതാണ്. ഓക്കെ. ഇനി നമുക്ക് കിച്ചണിലേക്ക് ആവശ്യമുള്ള പൊടികൾ എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്ന് നോക്കാം. ഞാൻ ഇതെല്ലാം സാമ്പിൾസാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. ഇതിലും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഓരോന്നായിട്ട് പറയാം എന്തൊക്കെയാണ് ഞാൻ കൊണ്ടുവന്നതെന്നുള്ളത്. ഇത് ആദ്യം വൻപയർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറുപയർ, കടല, സാമ്പാർ തോര, പിന്നെ കുരുമുളക്, അത് പൊടിച്ച ടൈപ്പും അല്ലാതെ കുരുമുളകായിട്ടും എടുത്തിട്ടുണ്ട്. പിന്നെ കുടംപുളി എടുത്തിട്ടുണ്ട്, അതേപോലെ പിഴുപുളി എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, ഇതൊക്കെ കുറച്ച് കൂടുതൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഓരോ സാമ്പിളാണ് ഈ കാണിക്കുന്നത്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉലുവ, ജീരകം, പെരുംജീരകം, പിന്നെ കറുകപ്പട്ട പൊടിക്കാനുള്ളത്. പിന്നെ ഒരു പാക്കറ്റ് പുട്ടുപൊടി എടുത്തിട്ടുണ്ടായിരുന്നു, നമ്മൾ വരുമ്പോൾ പെട്ടെന്ന് യൂസ് ചെയ്യാനുള്ള ആവശ്യത്തിന്. അത് പറഞ്ഞപ്പോഴാണ് പുട്ടിന് ആണെങ്കിൽ ഞങ്ങൾ ഉപ്പും പഞ്ചസാരയും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ചിലരുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് അങ്ങനത്തെ ചെറിയ തരിയുള്ള പൊടികളായിട്ടിരിക്കുമ്പം എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി ചെക്കിലോ ബാഗേജ് ചെക്കിങ്ങിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ എന്നുള്ളൊരു അതുകൊണ്ട് ഞങ്ങളത് എടുത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് വാങ്ങാം എന്നുള്ള വെച്ച്. പിന്നെ ഇതൊരു സ്പെഷ്യൽ ഐറ്റമാണ്. ഇത് കറിവേപ്പിലയാണ്. ഉണക്കിയിട്ട് ഒരു പാക്കറ്റ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നതാണ്. അപ്പം നമ്മുടെ ഫുഡിനൊക്കെ ഒരു മണം വരുമല്ലോ ഉണ്ടാക്കുമ്പോൾ. അതേപോലെ ഇനി വറ്റൽ മുളക് കൊണ്ടുവന്നിട്ടുണ്ട്. ചിക്കൻ മസാല, ഇത് കുറച്ച് കൂടുതൽ, ഒരു 10 പാക്കറ്റോളം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ കൂടുതലും ചിക്കനും അങ്ങനത്തെ മീറ്റൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്. പിന്നെ രസം പൗഡർ കൊണ്ടുവന്നു, സാമ്പാർ പൗഡർ, പിന്നെ കോഫി ബ്രൂ ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ തേയില, ഞങ്ങൾ അധികം ചായ കുടിക്കില്ല, അതുകൊണ്ട് കുറച്ച് തേയില എടുത്തുള്ളൂ. പിന്നെ ഒരു എണ്ണയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, 1-2 ലിറ്റർ. അപ്പം ഇതിനകത്ത് ഇതല്ലാണ്ട് കടുകും കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഞാനിവിടെ വയ്ക്കാൻ വിട്ടുപോയി. കായത്തെ പറ്റി പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കായവും 2-3 ബോട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് മെയിനായിട്ട് കൊണ്ടുവന്നത്. നമുക്ക് ഇതൊക്കെ തന്നെ മതിയാവും എന്നാണ് വിശ്വാസം. ഞാൻ പറഞ്ഞില്ലേ, പറ്റുന്നത്രയും മസാലകൾ കൊണ്ടുവരിക. ഇവിടെ കിട്ടുന്ന പൊടികളെല്ലാം നോർത്ത് ഈസ്റ്റിൻ്റെ ടൈപ്പായിരിക്കും മിക്കവാറും ഉള്ളത്. അപ്പം നോർത്ത് ഇന്ത്യൻ ടൈപ്പായിരിക്കും. അപ്പം മസാലകൾക്കൊക്കെ ഇച്ചിരി ടേസ്റ്റ് വ്യത്യാസം കാണും. അപ്പോൾ ഇവിടുന്ന് കിട്ടുന്നതെന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞത്. അതേപോലെ യൂട്യൂബിലും കാണുന്നത് അങ്ങനെയൊക്കെയാണ്. അപ്പം മാക്സിമം മസാലാസ് ആഡ് ചെയ്യുക. പയറുവർഗ്ഗങ്ങളൊക്കെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതൊക്കെ കുറച്ച് ഒഴിവാക്കിക്കൊണ്ട് ഇങ്ങനത്തെ പൊടികളാക്കുക. അപ്പോൾ അതൊക്കെ തന്നെയാണ്. അപ്പോൾ വേറൊരു കാര്യം ഇവിടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ കൊണ്ടുവന്നതിൽ കുറച്ച് ഉണക്ക ചെമ്മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ കാരൽ പോലത്തെ ചെറിയ മീനൊക്കെ ഇല്ലേ, അത് കുറച്ച് ഉണക്കിയത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു.
ഇനി പറയാനുള്ളത് ഇതേപോലത്തെ ഒരു ബാഗോ മറ്റോ കയ്യിൽ വെച്ചേക്കുക. പിന്നെ 1-2 വാട്ടർ ബോട്ടിൽസും എടുത്തോളാം. ബാഗിന് നല്ല വിലയാണേ. അപ്പം ഇത് കൊണ്ടുവരുന്നത് നന്നായിരിക്കും. ഇത് നമ്മുടെ ചെക്കിൻ ബാഗിനകത്തോ അല്ലെങ്കിൽ ക്യാബിൻ ബാഗിനകത്തോ വെറുതെ ബാഗ് ചുമ്മാ ഇട്ടിരുന്നാലും മതി, അതൊന്നും പ്രശ്നമില്ല. ഇങ്ങനെ കൊണ്ടുവരാം. ഞാൻ ഇതേപോലത്തെ 2 ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രസ്സുകൾക്കൊക്കെ നല്ല വിലയാണ്. അപ്പം പറ്റുന്ന മാക്സിമം ഡ്രസ്സുകൾ കൊണ്ടുവരിക. പിന്നെ ആവശ്യമുള്ള പാത്രങ്ങൾ, നമുക്ക് ഇവിടെ കിട്ടാത്ത ടൈപ്പ് പാത്രങ്ങളുള്ളത് അതൊക്കെ കൊണ്ടുവരിക. പിന്നെ മസാലകൾ, ഇതൊക്കെയാണ് മെയിനായിട്ട് കൊണ്ടുവരേണ്ടത്. പിന്നെ അറിയാമല്ലോ, സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഞാൻ കൊണ്ടുപോകണം പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അതൊക്കെ നമ്മുടെ ക്യാബിൻ ബാഗ്സിൽ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുക, ചെക്കിൻ ബാഗിലാവാതെ ക്യാബിൻ ബാഗിൽ. പിന്നെ അതേപോലെ ഒരു കാര്യം, പ്രിൻ്റ് ഔട്ട്സിനൊക്കെ ഇവിടെ നല്ല വിലയാണ്, പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതിനൊക്കെ. അപ്പം നമ്മുടെ റെസ്യൂമോ അല്ലെങ്കിൽ വേറെ കോപ്പീസോ എല്ലാം കൊണ്ടുവരാൻ പറ്റുമെന്ന് ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് പോരുക. അതുപോലെ പ്രിൻ്റ് ഔട്ട് എടുക്കാനും എല്ലാ ലൊക്കേഷനും പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതും കൊണ്ടുപോരുന്നത് നന്നായിരിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കിതെല്ലാം ഇൻഫോർമേറ്റീവ് ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്. ബൈ.